കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി എം വിജിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. തൃശൂരിൽ, അത് ത്രികോണ മത്സരം നടന്ന തൃശൂരാണ്, അവിടെ രാജൻ പല്ലൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് 13 റൗണ്ട് എണ്ണി തീരുമ്പോൾ തന്നെ രാജൻ പല്ലൻ വിജയം ഉറപ്പിക്കുകയാണ്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് ലീഡ് തുടരുകയാണ്. മന്ത്രി BN വാസവന്റെ തോൽവി ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റുമാനൂരിൽ ഉള്ളത്. നാട്ടകം സുരേഷ് ആദ്യ റൗണ്ടുകൾ മുതൽ തന്നെ ലീഡ് ഉറപ്പാക്കിയിരുന്നു. ഇപ്പോൾ 13 റൗണ്ട് ഉള്ളതിൽ 9 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 17,000 രാജൻ പല്ലൻ ജയിച്ചു. രാജൻ പല്ലൻ തൃശ്ശൂർ ജയിച്ചു. പ്രധാനപ്പെട്ട ആദ്യ റിസൾട്ട്, ഒരുപക്ഷെ ആദ്യ റിസൾട്ട്, ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യ റിസൾട്ട് അല്ലേ? അതെ, രാജൻ പല്ലൻ ജയിച്ചു പ്രഖ്യാപിക്കാം. അതെ, അതാണ് ആദ്യ റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കല്യാശ്ശേരി LDF-ഉം ഇപ്പോഴത്തെ തൃശ്ശൂരിൽ രാജൻ പല്ലനും ജയിച്ചു. തൃശ്ശൂര് ഇടതിന്റെ മണ്ഡലമായിരുന്നു, തിരിച്ചു പിടിച്ചു. കല്യാശ്ശേരിയിൽ വിജിൻ കഷ്ടിച്ച് ജയിച്ച് കയറിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നമ്മുടെ ടാലി അനുസരിച്ച് 98, 100ലേക്ക് ഇനി 2 സീറ്റുകൾ മാത്രമാണ്. 98 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. 99 എന്ന് തന്നെ നമുക്ക് അതിനെ സാങ്കേതികമായി പറയാം. കാരണം അമ്പലപ്പുഴയിലെ മുന്നേറ്റം കൂടിയാണ്, G സുധാകരന്റെ മുന്നേറ്റം കൂടിയുണ്ട്. അപ്പോൾ 99, 100-ൽ തൊടാൻ, സെഞ്ചുറി അടിക്കാൻ ഒരേ ഒരു സീറ്റിന്റെ മാത്രം കുറവാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്, UDF നേരിടുന്നത്. അങ്ങനെ 99 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഇതാ മുന്നിട്ട് നിൽക്കുന്നു NDA. വനവാസം എന്ന് VD സതീശൻ പറഞ്ഞു. കൃത്യമായ കണക്കാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചതെന്ന് വ്യക്തമാകുന്നു. പക്ഷേ അവസാന ഘട്ടങ്ങളിൽ അവർ ഒരു 85-ലേക്കൊക്കെ ചുരുക്കുമ്പോൾ ആത്മവിശ്വാസക്കുറവാണോ എന്ന് സംശയിച്ചുവെങ്കിലും അതല്ല സാഹചര്യം എന്നത് വ്യക്തമാവുകയാണ്. 100 കടക്കാനുള്ള സാധ്യത തന്നെ നിലനിൽക്കുന്നു. പിണറായി വിജയൻ 3659 വോട്ടുകൾക്ക് ആണ് ഇപ്പോൾ ധർമ്മടത്ത് മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ആ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു വിജയം ഉറപ്പിച്ചു. ചാനൽ ചർച്ചയിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന സേനാപതി വേണു. ചാനൽ ചർച്ചയിലെ 2 പേരാണ് കേട്ടോ ജയിച്ചു വന്നത്. റോണി കെ ബേബി വളരെ കാര്യമായി നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. റോണി കെ ബേബിയും നമ്മുടെ സേനാപതി വേണു നമ്മളെ പല വിഷമഘട്ടത്തിൽ സഹായിച്ചിട്ടുള്ള 2 കോൺഗ്രസ്സുകാരാണ്. അവർ 2 പേരും ജയിച്ചു പോവുകയാണ്. മണ്ഡലം അങ്ങനെ സേനാപതി വേണു പിടിച്ചിരിക്കുകയാണ്. ഉടുമ്പൻചോലയിലൊക്കെ തോൽവി ഉണ്ടാകുന്നത് എന്തായാലും രേണുക ഉടുമ്പൻചോലയിൽ സേനാപതി വേണു വിജയിക്കുമ്പോൾ നമുക്ക് MM മണി ഒന്ന് ഓർത്തെടുത്ത് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം MM മണി പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ക്ഷേമ പെൻഷനൊക്കെ വാരിക്കോരി തന്നു, അത് നിങ്ങൾ നന്നായി ഉപയോഗിച്ചു, അങ്ങനെ വയറ് നിറച്ച് കഴിച്ചു, അതിനുശേഷം നല്ല ചെയ്ത്ത് ചെയ്തു എന്ന്. എന്തായാലും അതേ MM മണിക്ക് വീണ്ടും ജനങ്ങൾ മറുപടി നൽകുന്നുണ്ട്. നല്ല ചെയ്ത്ത് തന്നെ ചെയ്തിട്ടുണ്ട് MM മണി. അതുകൊണ്ട് സേനാപതി വേണുവിന്റെ ഈ വിജയം നിസാര വോട്ടുകൾക്ക് മാത്രമല്ല, മികച്ച വിജയമാണ്, ഉജ്ജ്വലമായ വിജയമാണ് സേനാപതി വേണു ഇപ്പോൾ ഇതാ നേടുന്നത്. ഉടുമ്പൻചോലയിൽ നിന്ന് സേനാപതി വേണു വിജയിച്ചു കയറുമ്പോൾ രാഷ്ട്രീയ കേരളം കൃത്യമായ മറുപടി നൽകുന്നു, ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുന്നു. 3 സീറ്റുകളിൽ NDA മുന്നിലാണ് കേട്ടോ. ഏറ്റവും പുതിയത് ചാത്തന്നൂർ 263 വോട്ടുകൾക്കാണ് ഇപ്പോൾ ഗോപകുമാർ. അപ്പോൾ നേമത്ത് കഴക്കൂട്ടത്ത് ചാത്തന്നൂർ, നേമം കഴക്കൂട്ടം ചാത്തന്നൂർ. പാലക്കാട് വന്നില്ല, പാലക്കാടിലേക്ക് മാറിയിരിക്കും. തിരുവനന്തപുരത്ത് കരമന ജയൻ 55 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ പുറകോട്ട് പോകുന്നു. വലിയ മത്സരം നേരിടുകയാണ് CP ജോണും K മുരളീധരനും. ഈ UDF ജയിക്കുകയാണെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടുന്ന 2 പേരാണ് അവർ. രണ്ടും ശക്തമായ തിരുവനന്തപുരത്ത് കരമന സുധീർ ചിത്രത്തിലുണ്ടോ എന്നതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. 3ാം സ്ഥാനം, അതാണ് അത്രമേൽ പിന്നിലേക്ക് പോകുന്നു എന്നതാണ്. ഇപ്പോഴിതാ 1ാം സ്ഥാനത്തേക്ക് കരമന ജയൻ. ഒരു ഘട്ടത്തിലെങ്കിലും തിരുവനന്തപുരം പോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം പിടിച്ച BJP തിരുവനന്തപുരം ജില്ലയിൽ 3 ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു വോട്ട് എണ്ണലിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും എന്നതാണ്. KK രമ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. TP-യുടെ ഓർമ്മ ദിനമാണ്, അന്നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അത് KK രമ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ആ ദിനത്തിൽ മറുപടി പിണറായി വിജയൻ 6 റൗണ്ട് പിന്നിൽ പോയ ദിവസം KK രമ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 14-ൽ 11 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ KK രമയെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെ ചില കോൺഗ്രസുകാരെങ്കിലും ഇനിയും KK രമയ്ക്ക് അവസരം നൽകേണ്ടതുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ഉമാ തോമസിനും അടക്കം ഇടം നൽകേണ്ടതുണ്ടോ എന്നത് തൃക്കാക്കരയിൽ നിന്ന് അടക്കം ഉയർന്നു വന്ന ചോദ്യമുണ്ടായിരുന്നു. അവിടെയാണ് KK രമയും ഉമാ തോമസും പോലെയുള്ള വനിതാ മുഖങ്ങൾ അടക്കം ഇപ്പോൾ മുന്നിട്ട് കയറുന്നത്. അവിടെ ഇതാ
കോൺഗ്രസ് മത്സരാർത്ഥികളാക്കിയ UDF മത്സരാർത്ഥികളാക്കിയ വനിതാ മുഖങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ വിജയിച്ചു കയറുന്നു. തുളസി മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയുള്ള പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ചിലരുടെ പ്രവർത്തനങ്ങളിൽ എങ്കിലും മികവ് പുലർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് തൃക്കാക്കരയിൽ ഉമാ തോമസും വിജയത്തിലേക്ക് കടക്കുന്നത്, KK രമ വിജയത്തിലേക്ക് എത്തുന്നത്, ബിന്ദു കൃഷ്ണയെ പോലെയുള്ളവർ വിജയത്തിലേക്ക് എത്തുന്നത്, ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ളവർ വിജയിക്കുന്നത്, എലത്തൂരിലടക്കം വനിതകൾ മുന്നേറ്റം നടത്തുന്നത്. അങ്ങനെ വനിതകളുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാലും UDFന് മികച്ച മുന്നേറ്റം നടത്താൻ ഇത്തവണ സാധിക്കുന്നുവെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ മുന്നിലാണ്. 1820 വോട്ടുകൾക്കാണ് ആൻസലിനെ പിന്തള്ളി ലീഡ് ചെയ്യുന്നത്. ആകെ 95,500 വോട്ടുകൾ ഇവിടെ എണ്ണിയിട്ടുണ്ട്. LDF 37,916 വോട്ടും UDF 39,736 വോട്ട് നേടിയാണ് N ശക്തൻ ലീഡ് ചെയ്യുന്നത്. CP ജോൺ ഇതാ 55 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുമ്പോൾ ചാത്തന്നൂരിൽ വീണ്ടും NDA മുന്നേറ്റം നടത്തുകയാണ്. 262 NDAയുടെ ടാലി നമുക്ക് 3-ൽ നിന്ന് 4-ലേക്ക് ഉയർത്താൻ പറ്റുന്ന സാഹചര്യമാണ്. നേമത്ത് BJP മുന്നിട്ട് നിൽക്കുന്നു. ഇപ്പോഴിതാ കഴക്കൂട്ടത്ത് BJP മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരത്ത് BJP മുന്നിട്ട് നിൽക്കുന്നു. ചാത്തന്നൂരിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ 4 മണ്ഡലങ്ങളിൽ ഇപ്പോഴിതാ BJP മുന്നിട്ട് നിൽക്കുകയാണ്. അത് പക്ഷേ വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാനാവില്ല. പക്ഷേ വോട്ടെണ്ണലിന്റെ ചില റൗണ്ടുകളിലെങ്കിലും മുന്നോട്ട് പോകുന്നു. അതും പലയിടത്തും പകുതി പിന്നിട്ട സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനം എന്ന നിലയിൽ കാണേണ്ടത്. അഭിലാഷ്, ഈ കഴക്കൂട്ടത്തും ഒപ്പം തിരുവനന്തപുരത്തും എന്താണ് BJPക്ക് ഈ തരത്തിൽ ഈ ഘട്ടത്തിൽ ലീഡ് വന്നതെന്ന് പരിശോധിക്കേണ്ടതാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് VV അരുണിനെ ഒന്ന് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കതിന്റെ ഒരു വിശദാംശങ്ങൾ ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകതയിലേക്ക് കൂടി പോകാൻ കഴിയും. കാരണം ചിത്രത്തിലില്ലാത്ത 2 മണ്ഡലങ്ങളാണ് പെട്ടെന്ന് കയറി വന്നിരിക്കുന്നത് BJPയെ സംബന്ധിച്ച്. അതുകൊണ്ട് കഴക്കൂട്ടം അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തിരുവനന്തപുരം എങ്ങനെ എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അതെ, ചാത്തന്നൂരിലും ഏതാണ്ട് ഒരു പരിധിവരെയൊക്കെ. കാരണം പലപ്പോഴും ചാത്തന്നൂർ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാറില്ല എങ്കിലും വോട്ടെണ്ണുമ്പോൾ പലപ്പോഴും ചാത്തന്നൂര് BJPക്ക് മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് BJPക്ക് അവിടെ വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടത്. പക്ഷേ ഇത്തവണ ആദ്യ റൗണ്ടുകളിലെല്ലാം BJP പിന്നിലായിരുന്നു. പിന്നീട് ഇപ്പോൾ അവസാന റൗണ്ടിലേക്ക് വരുമ്പോഴാണ് മുന്നേറ്റം ഉണ്ടാവുന്നതെന്നാണ് സാഹചര്യം. 5 റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. 4695 വോട്ടുമായി VT ബൽറാം ലീഡ് തുടരുന്നു. 5 റൗണ്ട് പൂർത്തിയാകുമ്പോഴും സണ്ണി ജോസഫ് നമുക്ക് അവശേഷിക്കുന്ന ഈ VIP സ്ഥാനാർത്ഥികളുടെ ഒരു സസ്പെൻസ് ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും, ഏതൊക്കെയായിരിക്കും പ്രധാനം? ഒന്ന് VN വാസവൻ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു. ആ തരത്തിലേക്ക് പോകുന്ന സാഹചര്യമായിട്ടുണ്ടോ? നമുക്ക് ഈ അയ്മനം, ആർപ്പൂക്കര, തിരുവാർപ്പ് പോലെയുള്ള ഒരു CPM കേന്ദ്രീകൃത പഞ്ചായത്തുകൾ ബാക്കി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ബാക്കി നിൽക്കുന്ന ഒരു സസ്പെൻസ് ആയി ഏറ്റുമാനൂർ ബാക്കി ഉണ്ടാവുമെന്ന് കരുതാം. പക്ഷെ അപ്പോഴും വലിയ മെജോറിറ്റി ഉണ്ടല്ലോ. അതായത് തിരികെ വരുന്നാൽ, അതായത് വലിയൊരു ഈ പഞ്ചായത്തുകളിൽ മുൻതൂക്കം നേടിയാൽ പോലും ഇപ്പോഴത്തെ ഒരു ലീഡ് നിലയെ മറികടക്കാനാകുമോ എന്നതാണ് സംശയം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏറ്റുമാനൂരിൽ ഒരുപക്ഷെ VN വാസവന് ഏറ്റവും നേരിടാൻ പോകുന്ന വെല്ലുവിളി അത് തന്നെയായിരിക്കും. പിണറായി വിജയന്റെ പോലും ഭൂരിപക്ഷം 3000 ജില്ലാ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവിടെയും നേരിടാൻ പോകുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല. ശരി, എന്തായാലും ഇടുക്കിയിലെ തോൽവി ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അല്ലെ? റോഷി അഗസ്റ്റിൻ തോൽക്കുമെന്ന കാര്യത്തിൽ ഇനി വലിയ സംശയത്തിന് ഇടമില്ല. അത് മാത്രമല്ല, കോട്ടയം പോലെയുള്ള ജില്ലകളൊക്കെ ഏതാണ്ട് തൂത്തുവാരുകയാണ്. ഇനിയിപ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എറണാകുളം ഏതാണ്ട് തൂത്തുവാരുന്നു എന്നതാണ്. കോട്ടയം തൂത്തുവാരുന്നു എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.